ചില ആളുകൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പോയാലും അവരെ നമ്മൾ എപ്പോഴും മിസ് ചെയ്യാറുണ്ടല്ലേ? എന്നാൽ മറ്റുള്ളവർ നിങ്ങളെ അതുപോലെ മിസ് ചെയ്യാറുണ്ടോ? ആരെയും നിങ്ങളെ മിസ് ചെയ്യിപ്പിക്കാൻ ഈ 5 സൈക്കോളജി ട്രിക്സ് എന്തായാലും സഹായിക്കും. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് അടിയിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് അമർത്തുക. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. അതിലെ പോയിന്റ് 1 ആണ് ഡോണ്ട് ബി ടു അവൈലബിൾ. മറ്റുള്ളവർക്ക് നിങ്ങൾ എപ്പോഴും അവൈലബിൾ ആകുമ്പോൾ അവർക്ക് നിങ്ങളോടുള്ള വാല്യൂ കുറയാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവർ എങ്ങോട്ട് വിളിച്ചാലും ചാടിക്കേറി പോവാതിരിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ അവർ നിങ്ങളെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാൻ സാധ്യതയുണ്ട്. ഇതിനെയാണ് സൈക്കോളജിയിൽ സാക്രസി പ്രിൻസിപ്പിൾ എന്ന് വിളിക്കുന്നത്. രണ്ടാമത്തെ കാര്യമാണ്, നമ്മളൊരു സിനിമ കാണുമ്പോൾ അതിൻ്റെ ക്ലൈമാക്സ് അടിപൊളിയാണെങ്കിൽ നമ്മളത് കുറേ കാലം ഓർത്തിരിക്കൂലേ? അതുപോലെ തന്നെയാണ് സംസാരവും. നല്ല രസകരമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളത് നിർത്തുമ്പോൾ ബാക്കി നമ്മൾ പിന്നെ പറയാം എന്നൊരു ആകാംക്ഷ ബാക്കി വെച്ച് നമ്മൾ പിരിയുകയാണെങ്കിൽ പിന്നീട് നിങ്ങളെ കാണാൻ അവർക്കൊരു വല്ലാത്തൊരു ഉന്മേഷം ഉണ്ടാവും. മൂന്നാമത്തെ പോയിന്റാണ്, നിങ്ങൾ എപ്പോഴും അവരെ കുറിച്ച് മാത്രം ചിന്തിക്കാതിരിക്കുക. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക. നിങ്ങളുടെ ഹോബി, കരിയർ, വർക്ക്സിലൊക്കെ കൂടുതൽ എൻഗേജ്ഡ് ആവുക. അവർ ഇല്ലാഞ്ഞിട്ടും നിങ്ങൾ ഹാപ്പി ആണെന്ന് കരുതുമ്പോൾ അവർ അറിയാതെ തന്നെ അവർ നിങ്ങളോട് ആകർഷിക്കും. നാലാമത്തെ പോയിന്റാണ്, മെസ്സേജ് അയക്കാൻ ധൃതി കാണിക്കുന്നത്. നമുക്ക് ഇഷ്ടമുള്ള ഒരാളുടെ മെസ്സേജ് വന്നാൽ നമ്മൾ അപ്പോൾ തന്നെ റിപ്ലൈ കൊടുക്കാൻ ഓടുമല്ലേ? എന്നാൽ ഇതൊരു വലിയ തെറ്റാണ്. നിങ്ങൾ എപ്പോഴും ഇൻസ്റ്റൻ്റായി റിപ്ലൈ കൊടുത്താൽ അവർ വിചാരിക്കും നമ്മൾ അവർക്ക് വേണ്ടി വെറുതെ ഇരിക്കുകയാണെന്ന്. ഒരു മെസ്സേജ് വന്നാൽ കുറച്ച് സമയം മാത്രം കഴിഞ്ഞ് റിപ്ലൈ കൊടുക്കുക. ആ കാത്തിരിപ്പാണ് നിങ്ങളുടെ മെസ്സേജിന് കൂടുതൽ വാല്യൂ നൽകുന്നത്. ആ സമയം നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ഇതൊരു കാരണമാകും. അഞ്ചാമത്തെ പോയിന്റാണ് ദ ആർട്ട് ഓഫ് മിസ്റ്ററി. എല്ലാം തുറന്നു പറയുന്ന ഒരു പുസ്തകമാകരുത്. നമ്മളൊരു സിനിമയുടെ ട്രെയിലർ കാണുന്നത് എന്തിനാണ്? ആ സിനിമ കാണാൻ ഒരു ഇൻട്രസ്റ്റ് തോന്നാൻ വേണ്ടിയാണല്ലേ? അതുപോലെയാണ് നിങ്ങളെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ആദ്യം തന്നെ പറഞ്ഞു തീർക്കരുത്. നിങ്ങളുടെ ഇഷ്ടങ്ങൾ, രഹസ്യങ്ങൾ ഇതൊക്കെ പതുക്കെ മാത്രം അവരോട് പറഞ്ഞു കൊടുക്കാൻ ശ്രമിക്കുക. നിങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ഒരു ക്യൂരിയോസിറ്റി ബാക്കി വയ്ക്കുക. ഈ ഒരു ആകാംക്ഷയാണ് നിങ്ങളെ അവരിലേക്ക് കൂടുതൽ അടുപ്പിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഒരാളെ പറ്റിക്കാനോ വേദനിപ്പിക്കാനോ ഉള്ളതല്ല, മറിച്ച് നിങ്ങളുടെ വാല്യൂ എന്താണെന്ന് മനസ്സിലാക്കാനുള്ളതാണ്. അതുപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്.